എന്നെ അറിയുന്ന നാട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് കർക്കിടക 1-ാം തീയതി വെള്ളിയാഴ്ച കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ വിവാഹമാണ്. മുഹൂർത്തമില്ലാത്ത കൊണ്ട് എല്ലാവരും എത്തിയാൽ ഉച്ചഭക്ഷണത്തിന് മുമ്പേ താലികെട്ട്. ഏവരും വിവാഹ ചടങ്ങിൽ മാന്യമായ രീതിയിൽ പങ്കെടുത്ത് അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് നിങ്ങളുടെ പരിചയക്കാരൻ മരട്ടിപ്പറമ്പിൽ സോമൻ ഒപ്പൻ. ഈ മാരണം കെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഡൈവേഴ്സ് പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു ചീഞ്ഞ പരിപാടിയായി പോയി. സാറല്ലേ കാര്യങ്ങൾ കവറൊക്കെ സൂക്ഷിച്ചു വെക്കട്ടോ. കുറെ കവറുണ്ടല്ലോ. അയ്യോ അമ്മ വേണ്ടായിരുന്നു. പെണ്ണും കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഈ സ്വർണം ജീവിതത്തിൽ പെടും. നീ എന്നാത്തിനാണ് എഴുന്നേക്കുന്നേ? പെണ്ണിന്റെ വീഡിയോഗ്രാഫർ ചെറുക്കന്റെ പടം കൊടുക്കത്തില്ല. ആ പാലം നിലത്ത് വെച്ച് രണ്ടുപേരെ ഇരുന്നോളൂ. താലി കെട്ടുന്ന സമയത്ത് ഞെട്ടിട്ട് കേട്ടാ. എന്ത് കൊച്ചുമോളെ കൊര വീടാന്ന് പറഞ്ഞിട്ടുണ്ട്. താലി കെട്ടിയ അപ്പ ഓടും. എങ്ങോട്ടാ? ആദ്യത്തെ പന്തിക്കതിന് ഉണ്ണണ്ടേ? നീ പോയോ? പേടിയുണ്ടോ? എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. എന്തിനാ ചൊല്ലി ടെൻഷൻ? ചിലവൻ പറയും കെട്ടുപിടിക്കാത്ത കഴിക്കത്തില്ല കുടിക്കത്തില്ല എന്നൊക്കെ പറയും. എൻ്റെ ആഗ്രഹം രസമായിട്ട് നല്ല പൊട്ടും കടല അടിച്ചു. ശല്യം എന്തെങ്കിലും കഴിച്ചോ? കെട്ട് കഴിയാതൊന്നും കഴിക്കാൻ പാടില്ലെന്ന് ഓർഡർ. പ്രഭാത ഭക്ഷണം ഒരിക്കലും മുടക്കരുത് ശാലിനി. അന്നച്ചമണ മനുഷ്യൻ്റെ തരം. രാവിലത്തെ ഭക്ഷണം ഒരിക്കലും മുടക്കരുത്. മൂലാദികളും അല്ല. കഴിച്ചു. ഇതെന്തേ കാണിക്കണം? ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ യസ്യ ധൃതവക്രാദ്യ. കൊല്ലം പറഞ്ഞു. ഒന്നുമില്ല, കാര്യം എടുത്തോളുക. യസ്യ ധൃതവക്രാദ്യ പാരിശദ്ധ്യാ പരിശുദ്ധം വിഘ്നം നിഘ്നന്തി സതതം യസ്യക്ഷേനം സമാശ്രയേ. കാര്യം വന്നോളൂ. താലി എടുക്കും. സമാധാനമായിട്ട് നോക്കി തന്നെ കാണും. എന്ത് പ്രശ്നം? അയ്യാ താലിയില്ലേ? എന്നാ പറ്റി? എന്നാ മോനെ? മോനെ എന്നെങ്കിലും പ്രശ്നമുണ്ടോ? എന്നതാ? അതൊന്നും ആയിരിക്കില്ല. അളിയൊന്നും ഉണ്ടായിരുന്നു. അമ്മയുടെ താലിയൊന്നും ഒരാൾ പിന്നെ കണ്ടവന്റെ അമ്മയോട് ചോദിക്കാൻ പറ്റുമോ? നിന്റെ എന്റെ താലി കാണുന്നില്ല, അതുകൊണ്ടല്ല അമ്മ ചോദിച്ചു. ആഹാ കൊള്ളാം. താലിയില്ലാത്ത കല്യാണം. കർക്കിടക 1 നല്ല ബെസ്റ്റ് സമയം. മോനെ വീട്ടിൽ പോയൊന്ന് നോക്കിയാലോ? ഇല്ല ചത്ത് ഉറപ്പായിട്ട് ഇവിടെ എവിടെയോ പോയതാ. എല്ലാരും കൂടി ഒന്ന് അഞ്ഞു നോക്കിയാൽ കിട്ടുമെന്നേ. ചേട്ടാ ദേ കിട്ടി 5 രൂപ. ഇത് എന്റെ കയ്യിരിക്കട്ടെ. ഞാൻ ആ ഡ്രസ്സ് മാറി സ്ഥലം തപ്പിച്ചു വരാം. ആകെ മെനക്കേടായിരുന്നു. അതെന്ന് എനിക്ക് വയ്യ ഈ വെയിലത്ത് തപ്പാൻ. ഞാൻ വീട്ടിൽ പോവുക. ഞാൻ സദ്യ ഉണ്ടട്ടെ പോത്തു. ആകെ നാണക്കേടായല്ലോട്. നീ ശരിക്കും കടയിൽ നിന്ന് താലി മേടിച്ചായിരുന്നു? എന്റെ ജീവിതം ഇതുപോലെ ആകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. മോനെ വേഗം പോയി പുതിയൊരെണ്ണം മേടിച്ചാലോ? അതെ, ഇത് പൂമാലയല്ല താലിമാലയാണ്. ഉണ്ടായിരുന്നു. എന്താടാ നീ ഇങ്ങനെ? അതെ സോമ, മുഹൂർത്തം തെറ്റും. എന്ത് ചെയ്യാനാ നിന്റെ പ്ലാന്? കല്യാണം നാളത്തേക്ക് മാറ്റിയാലോ? നാളത്തേക്കോ? എങ്ങനെ? താലിയില്ലാതെ പറ്റൂ? ചേച്ചി വിചാരിച്ചതാണ്.
നീ പോയി നിന്റെ കെട്ടിയോട് ചോദിക്കടാ. അത് പണ്ടാ പണയത്തില്ല അല്ല ഇപ്പൊ ഞാൻ കൊടുക്കത്തു. മതി. താലിയെല്ലാം നമുക്ക് നാളെ സൗകര്യം പോലെ വീട്ടിൽ പോയി കേട്ടാ ചാലി. എന്റെ കുഞ്ഞിന്റെ താലിയില്ല കല്യാണം കാണേണ്ടി വന്നില്ല ഭഗവാനെ. സാറേ ആ മാല കെട്ടുന്ന ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് അഭിനയിക്കാവോ?